കാട്ടിൽ വഴിതെറ്റിയാൽ മാത്രമല്ല, ഇത്തവണ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത ടൗണിലാണ് അവരുടെ വേട്ട. അതെ, റോങ് ടേൺ 5. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോഴും 220 പേർ മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കാമോ? ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അപ്പോൾ ചോരക്കളം കാണാൻ റെഡിയാണോ? വെസ്റ്റ് വെർജീനിയയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഹാലോവിൻ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന മൗണ്ടൻ മാൻ മ്യൂസിക് ഫെസ്റ്റിവൽ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പട്ടണമാകെ ആളുകൾ വിചിത്രമായ വേഷങ്ങൾ കെട്ടി നടക്കുകയാണ്. ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു കാലിൻ എന്ന വാർത്താ റിപ്പോർട്ടർ. വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ശേഷം ഒരു ബ്രേക്ക് എടുത്ത് ജോഗിങ്ങിനായി പോയ കാലിൻ അറിയാതെ അടുത്തുള്ള വനപ്രദേശത്തേക്ക് എത്തിപ്പെടുന്നു. അവിടെ വെച്ച് അവൾ ഭീകരരൂപിയായ സോ ടൂത്തിനെ കാണുന്നുണ്ടെങ്കിലും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വേഷം കെട്ടി വന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അവൾ അത് കാര്യമാക്കുന്നില്ല. പിന്നീട് അവൾ വൺ ഐയെ കാണുന്നു. അയാളെയും ഒരു കോസ്റ്റ്യൂം ധരിച്ച ആളായി കരുതി അവൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് മുന്നിൽ ഏറ്റവും അപകടകാരിയായ 3 ഫിംഗർ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ അവളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെയാണ് താൻ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് കാലിന് മനസ്സിലാകുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 3 ഫിംഗർ അവളുടെ വിരൽ കടിച്ചു മുറിക്കുന്നു. ജീവനും കൊണ്ടോടിയ കാലിന് മുന്നിലേക്ക് അവളെ സഹായിക്കാൻ എന്ന ഭാവത്തിൽ മെയ്നാർഡ് എന്നൊരാൾ വരുന്നു. എന്നാൽ തന്നെ രക്ഷിക്കുമെന്ന് കരുതിയ കാലിനെ മെയ്നാർഡ് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇവിടെ വെച്ചാണ് ഈ സിനിമയിലെ ഞെട്ടിക്കുന്ന സത്യം നമ്മൾ അറിയുന്നത്. ആ 3 നരഭോജി സഹോദരങ്ങളും മെയ്നാർഡിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ട നരഭോജികൾ അവരുടെ യഥാർത്ഥ നേതാവായ മെയ്നാർഡിനൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യരെ കൊന്നു തിന്നുന്ന ഒരു കൊടും കുറ്റവാളിയാണ് മെയ്നാർഡ്. ആ ക്രൂരന്മാരായ നരഭോജികളെ ഉപയോഗിച്ച് ആ പട്ടണത്തെ ചോരക്കളമാക്കാൻ പോകുന്ന മെയ്നാർഡിൻ്റെ ക്രൂരതകളിലേക്കാണ് സിനിമ വിരൽ ചൂണ്ടുന്നത്. കൊലപാതകത്തിന് ശേഷം ആ നരഭോജി സഹോദരങ്ങൾ കാലിൻ്റെ മൃതദേഹം തങ്ങളുടെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയി കഷ്ണങ്ങളാക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ നേതാവായ മെയ്നാർഡ് അവരെ കഠിനമായി ശകാരിക്കുകയായിരുന്നു. കൊലപാതകത്തിൻ്റെ തെളിവുകൾ കൃത്യമായി നശിപ്പിക്കാത്തതായിരുന്നു മെയ്നാർഡിനെ ദേഷ്യം പിടിപ്പിച്ചത്. ആ ക്രൂരന്മാരായ നരഭോജികൾ പോലും മെയ്നാർഡിനെ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. ഇതേസമയം 5 കോളേജ് സുഹൃത്തുക്കൾ ഇതേ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി കാറിൽ വരികയായിരുന്നു. അവരെ കൊടുക്കാനായി മെയ്നാർഡ് മനഃപൂർവ്വം അവരുടെ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടി. അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് ഒരു മരത്തിലിടിച്ച് തകർന്നു. താൻ കാറിടിച്ച് വീണതാണെന്ന് മെയ്നാർഡ് അഭിനയിച്ചുവെങ്കിലും ബില്ലിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് തോന്നി. ബില്ലി അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മെയ്നാർഡ് പെട്ടെന്നൊരു കത്തിയെടുത്ത് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട പ്രകോപിതരായ സുഹൃത്തുക്കൾ ചേർന്ന് മെയ്നാർഡിനെ മർദ്ദിച്ചു. ഈ കാഴ്ചകൾ ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്ന ആ 3 നരഭോജി സഹോദരങ്ങൾ അവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഷെരീഫ് ആഞ്ചലയും സംഘവും അവിടെ എത്തി. ഷെരീഫ് മെയ്നാർഡിനെയും ആ സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തകർന്ന കാറിന് കാവൽ നിൽക്കാൻ ഡെപ്യൂട്ടി ഓഫീസറെ അവിടെ നിർത്തിയെങ്കിലും പോലീസ് പോയ ഉടനെ ആ നരഭോജികൾ അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി. സ്റ്റേഷനിൽ വെച്ച് തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാനായി ബില്ലി എല്ലാ കുറ്റവും ഏറ്റെടുത്തു. തുടർന്ന് സുഹൃത്തുക്കൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ മുറിയെടുത്തു. ഇതിനിടയിൽ മെയ്നാർഡ് ഒരു പിടികിട്ടാപ്പുള്ളി കുറ്റവാളിയാണെന്ന് ഷെരീഫ് ആഞ്ചല തിരിച്ചറിഞ്ഞു. അവൾ ഉടനെ തന്നെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും പിറ്റേന്ന് രാവിലെ മാത്രമേ സഹായം എത്തുകയുള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചത്. പുറത്താ നരഭോജി സഹോദരങ്ങൾ തങ്ങളുടെ അച്ഛനെ രക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഈ സമയം മെയ്നാർഡ് ആഞ്ചലയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. നീ ഈ രാത്രി അതിജീവിക്കില്ല. നേരം വെളുക്കുമ്പോൾ നിന്റെ ശവം പോലും ആരും കാണില്ല. ആ പട്ടണത്തിലെ എല്ലാ ഉത്സവങ്ങളും ടൗണിന് പുറത്തായതിനാൽ നഗരം മുഴുവൻ വിജനമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ആ നരഭോജി സഹോദരങ്ങൾ ആദ്യം ചെയ്തത് അവിടുത്തെ മൊബൈൽ ടവർ തകർക്കുക എന്നതായിരുന്നു. അതോടെ ആർക്കും ഫോൺ വിളിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നീട് അവർ പവർ പ്ലാന്റിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ വൈദ്യുതി കമ്പികളിൽ കുടുക്കി അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ പട്ടണം മുഴുവൻ ഇരുട്ടിലായി. ആഞ്ചല മറ്റു പോലീസുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ഇതിനിടയിൽ ബില്ലിക്ക് ഭക്ഷണം നൽകാനായി പുറത്തിറങ്ങിയ ക്രൂസിനെ 3 ഫിംഗർ പിന്തുടർന്ന് ആക്രമിച്ചു. അവൾ ജീവനു വേണ്ടി ഓടിയെങ്കിലും ആ രാക്ഷസൻ അവളെ പിടികൂടി കൊലപ്പെടുത്തി. ഇതേസമയം ജൂലിയൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ക്രൂസിനെ 3 ഫിംഗർ കൊല്ലുന്നത് കാണാതെ അയാൾ നേരെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ബില്ലി ക്രൂസിനെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവൾ അവിടെ എത്തിയിട്ടില്ലെന്ന് ജൂലിയൻ പറഞ്ഞു. ഹോട്ടലിൽ ലിറ്റ കുളിക്കാൻ പോയ സമയത്ത് മറ്റൊരു നരഭോജി അവരുടെ സുഹൃത്തായ ഗസ്സിനെ തട്ടിക്കൊണ്ടുപോയി. ശബ്ദം കേട്ട് പുറത്തുവന്ന ലിറ്റയെ അവൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കഷ്ടിച്ചവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് പോലീസ് സ്റ്റേഷന്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അത് ക്രൂസ് ആയിരിക്കുമെന്ന് കരുതി ബില്ലി വാതിൽ തുറക്കാൻ ആഞ്ഞെങ്കിലും അത് ആഞ്ചലയുടെ ഭർത്താവായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം എത്തിക്കാൻ വന്നതായിരുന്നു അയാൾ. എന്നാൽ മരണത്തിൻ്റെ നിഴൽ ആ സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് അവർ അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. ആഞ്ചലയുടെ ഭർത്താവ് അവൾക്ക് ഭക്ഷണം നൽകി അവിടെ നിന്നും മടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ക്രൂരന്മാരായ ആ നരഭോജി സഹോദരങ്ങൾ പാവം ഗസ്സിനെ പിടികൂടി അവൻ്റെ കാലുകൾ അടിച്ചു തകർത്തു. പിന്നീട് അവനെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. വേദന കൊണ്ട് പൊളയുന്ന ഗസ്സിൻ്റെ നിലവിളി കേട്ട ബില്ലിയും ജൂലിയനും അവനെ തിരിച്ചറിഞ്ഞു. ആഞ്ചല അവനെ സഹായിക്കാൻ പുറത്തിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ രാക്ഷസന്മാർ തങ്ങളുടെ വലിയ ട്രക്ക് ഗസ്സിൻ്റെ ശരീരത്തിലൂടെ ഓടിച്ചു കയറ്റി അവനെ അവിടെയിട്ട് തന്നെ കൊലപ്പെടുത്തി. ആഞ്ചലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു.
ഭയാനകമായ ആ അവസ്ഥയിൽ ആഞ്ചല ബില്ലിയെയും ജൂലിയനെയും കൂടെയുള്ള മറ്റൊരു തടവുകാരനെയും തോക്കുകൾ നൽകി തന്റെ സഹായികളായി നിയമിച്ചു. കാണാതായ ക്രൂസിനെ തിരഞ്ഞു പോകാൻ ബില്ലി വാശി പിടിച്ചെങ്കിലും സ്റ്റേഷന് കാവൽ നിൽക്കാനായിരുന്നു ആഞ്ചലയുടെ ഉത്തരവ്. തുടർന്ന് ആഞ്ചല അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോയി അവിടെയുള്ള റേഡിയോ വഴി സഹായത്തിനായി വിളിച്ചു. എന്നാൽ മറുതലത്തിലുണ്ടായിരുന്ന യുവാവ് ഇതൊരു ഹാലോവീൻ തമാശയാണെന്ന് കരുതി അത് തള്ളിക്കളഞ്ഞു. ഈ സമയം പേടിച്ചു വിറച്ച ലിറ്റ സ്റ്റേഷന്റെ വാതിലിൽ വന്ന് മുട്ടി. എന്നാൽ ഉള്ളിലുണ്ടായിരുന്ന തടവുകാരൻ പേടി കാരണം വാതിലിന് നേരെ വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് ലിറ്റയ്ക്ക് പരിക്കേറ്റില്ല. ബില്ലി ക്രൂസിനെക്കുറിച്ച് ലിറ്റയോട് ചോദിച്ചെങ്കിലും അവൾക്കും ഒന്നും അറിയില്ലായിരുന്നു. അവസാനം ആഞ്ചലയുടെ കണ്ണുവെട്ടി ബില്ലിയും ജൂലിയനും കൂടി ക്രൂസിനെ തിരഞ്ഞ് പുറത്തിറങ്ങി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച ക്രൂസിന്റെ മൃതദേഹം റോഡിന് നടുക്ക് അതിദാരുണമായി കിടക്കുന്നതാണ്. ഓരോ നിമിഷവും മരണത്തിന്റെ നിഴൽ ആ സുഹൃത്തുക്കളെ വിഴുങ്ങാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ബില്ലിയും ജൂലിയനും ക്രൂസിന്റെ മൃതദേഹം കണ്ടതോടെ മാനസികമായി തകർന്നുപോയി. ദേഷ്യം വന്ന ബില്ലി ത്രീ ഫിംഗറിനെ ആക്രമിക്കാൻ പിന്നാലെ ഓടിയെങ്കിലും അതൊരു വലിയ കെണിയായിരുന്നു. അവർ രണ്ടുപേരും ആ രാക്ഷസന്മാരുടെ പിടിയിലായി. ബില്ലി ബോധം വന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ഫുട്ബോൾ മൈതാനത്ത് അവന്റെ കഴുത്തറ്റം മണ്ണിൽ കുഴിച്ചു മൂടിയിരിക്കുകയായിരുന്നു. അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. തൊട്ടടുത്ത് തന്നെ ജൂലിയനെ അവർ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു. ത്രീ ഫിംഗർ ഒരു വലിയ സ്നോ ബ്ലോവർ മെഷീനുമായി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ബില്ലിക്ക് തന്റെ അന്ത്യമുറപ്പായി. യാതൊരു ദയയുമില്ലാതെ ആ രാക്ഷസൻ മെഷീൻ ബില്ലിയുടെ തലയ്ക്ക് മുകളിലൂടെ ഓടിച്ചു കയറ്റി അവനെ കൊലപ്പെടുത്തി. പിന്നാലെ രക്ഷപ്പെടാൻ വഴിയില്ലാതെ നിന്ന ജൂലിയനെയും അവർ വകവരുത്തി. സമയം കുറെ കഴിഞ്ഞിട്ടും സുഹൃത്തുക്കൾ തിരികെ വരാത്തതുകൊണ്ട് ആഞ്ചല വലിയ പരിഭ്രാന്തിയിലായി. അവസാനം കൂടെയുള്ള തടവുകാരനായ മോസിനെ സഹായത്തിനായി പട്ടണത്തിലേക്ക് അയക്കാൻ അവൾ തീരുമാനിച്ചു. ആഞ്ചലയുടെ കാറുമെടുത്ത് മോസ് വേഗത്തിൽ പോയെങ്കിലും റോഡിന് കുറുകെ ആ നരഭോജികൾ കെട്ടിയിരുന്ന മുള്ളുവേലിയിൽ തട്ടി കാറ് തകർന്നു. ആ സഹോദരങ്ങൾ ഉടനെ തന്നെ മോസിനെ പിടികൂടുകയും അടുത്തുള്ളൊരു കടയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് അവനെ ഒരു വലിയ വീപ്പയ്ക്കുള്ളിലിട്ട് അടച്ച ശേഷം താഴെ തീയിട്ടു. ജീവനോടെ ഒരാളെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുന്ന ആ കാഴ്ച അതിഭീകരമായിരുന്നു. പട്ടണമാകെ നരഭോജികളുടെ ക്രൂരതയിൽ വിറങ്ങല് നിൽക്കുകയായിരുന്നു. മോസിന്റെ ദയനീയമായ നിലവിളി കേട്ട് ആഞ്ചല അവനെ രക്ഷിക്കാനായി ആ കടയിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവൾ അവിടെ എത്തുന്നതിന് മുൻപ് ആ കടയിൽ ഒരു വലിയ സ്ഫോടനം നടന്നുകയും അവൾ തെറിച്ചു വീഴുകയും ചെയ്തു. ഇതേസമയം സ്റ്റേഷനിലുള്ളിൽ മെയ്നാഡ് ലിറ്റയെ തന്റെ തന്ത്രങ്ങളിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ ജയിലിൽ നിന്നും മോചിപ്പിച്ചാൽ അവളെ കൊല്ലില്ല എന്നവൾ നുണ പറഞ്ഞു. പേടിച്ചുപോയ ലിറ്റ അയാളുടെ വാക്കുകൾ വിശ്വസിച്ച് വാതിൽ തുറന്നുകൊടുത്തു. എന്നാൽ പുറത്തിറങ്ങിയ ഉടനെ ക്രൂരനായ മെയ്നാഡ് തന്റെ വാക്ക് തെറ്റിക്കുകയും ലിറ്റയുടെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. അന്ധയായി മാറിയ ലിറ്റ വേദന കൊണ്ട് നിലവിളിച്ച് പുറത്തേക്ക് ഓടിയപ്പോൾ ആഞ്ചല അവളെ കാണുകയും സഹായത്തിനായി ഓടിയെത്തുകയും ചെയ്തു. ഈ സമയം മെയ്നാഡ് ആഞ്ചലയെ വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ആഞ്ചല മെയ്നാഡിന്റെ തോളിൽ വെടിവെച്ച് വീഴ്ത്തി. തുടർന്ന് ആഞ്ചല മെയ്നാഡിനെയും ലിറ്റയെയും സ്റ്റേഷനിലുള്ളിൽ എത്തിച്ചു. മെയ്നാഡിനെ വീണ്ടും ലോക്കപ്പിലാക്കിയ ശേഷം സഹായം തേടി പുറത്തേക്കിറങ്ങിയ ആഞ്ചല അപ്പോഴാണ് സ്റ്റേഷന് പുറത്ത് തന്റെ കാറ് കിടക്കുന്നത് ആഞ്ചലയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ ഭർത്താവിനെ അതിനുള്ളിൽ ആരോ ബന്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവൾ ഓടിച്ചെന്ന് കാറിന്റെ വാതിൽ തുറന്നപ്പോൾ അതൊരു അതിഭീകരമായ കെണിയായിരുന്നു. വാതിലുമായി ബന്ധിപ്പിച്ചിരുന്ന മൂർച്ചയുള്ളൊരു കത്തി വാതിൽ തുറന്ന നിമിഷം തന്നെ അയാളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങുകയും ആഞ്ചല നോക്കി നിൽക്കെ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ത്രീ ഫിംഗർ തന്റെ വലിയ ട്രക്കുമായി അവിടെ എത്തുകയും ആഞ്ചലയുടെ കാറിൽ വന്ന് ശക്തിയായി ഇടിക്കുകയും ചെയ്തു. പട്ടണമാകെ നരഭോജികളുടെ നിയന്ത്രണത്തിലായ ഒരു നിസ്സഹായമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആഞ്ചല തന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ത്രീ ഫിംഗർ അവളെ അതിക്രൂരമായി മർദ്ദിച്ച് ബോധം കെടുത്തു. മറുവശത്ത് കാഴ്ച നഷ്ടപ്പെട്ട ലിറ്റയെ മെയ്നാഡ് വാക്കുകൾ കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ അവളെ പീഡിപ്പിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. പേടിച്ചുപോയ ലിറ്റ അവിടെ നിന്നും തപ്പിത്തടഞ്ഞ് പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞ് ആഞ്ചല ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ താൻ പോലീസ് സ്റ്റേഷനിലുള്ളിൽ കെട്ടിയിടപ്പെട്ട നിലയിലാണെന്ന് കണ്ടു. ആ നരഭോജി സഹോദരങ്ങൾ സ്റ്റേഷന് ചുറ്റും പെട്രോൾ ഒഴിക്കുകയായിരുന്നു. മെയ്നാഡ് അവൾക്ക് മുന്നിൽ 2 ക്രൂരമായ വഴികളാണ് വെച്ചത്. ഒന്നുകിൽ തീയിൽ വെന്തുമഴിക്കുക, അല്ലെങ്കിൽ അവളുടെ കാലിനടിയിൽ ട്രിഗർ ഘടിപ്പിച്ച ഷോട്ട് ഗൺ ഉപയോഗിച്ച് സ്വയം മരണം വരിക്കുക. കാലൊന്ന് നിലത്തമർന്നാൽ ആ നിമിഷം അവളുടെ തല ചിതറിപ്പോകുമായിരുന്നു. വേദനാജനകമായ മരണം വേണോ അതോ പെട്ടെന്നുള്ള മരണം വേണോ എന്ന് തിരഞ്ഞെടുക്കാൻ അവളെ വെല്ലുവിളിച്ച് അയാൾ സ്റ്റേഷന് തീയിട്ടു. മെയ്നാഡ് പുറത്തിറങ്ങി തന്റെ ട്രക്കിലിരുന്നപ്പോൾ സ്റ്റേഷനിലുള്ളിൽ നിന്നും ഒരു വെടിയൊച്ച കേട്ടു. ആഞ്ചല 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു എന്നയാൾക്ക് മനസ്സിലായി. ഇതേസമയം അന്ധയായ ലിറ്റ എങ്ങനെയൊക്കെയോ ഒരു റോഡിലെത്തുകയും അവിടെ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ട് സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് മെയ്നാഡിന്റെ തന്നെ ട്രക്കായിരുന്നു. ത്രീ ഫിംഗർ അവളെ പിടിച്ച് വണ്ടിക്കുള്ളിൽ തള്ളി. മെയ്നാഡ് അവളെ സ്വാഗതം ചെയ്തു. പാവം ലിറ്റയും കൊണ്ട് ആ നരഭോജികൾ യാത്ര തുടരുന്നതോടെ തിന്മയുടെ വിജയമായി ഈ സിനിമ അവസാനിക്കുന്നു.